ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കുകളായിരുന്നു കേട്ടോ. വീട്ടിൽ വർക്ക് കടന്നിരുന്നുകൊണ്ട് ആ തിരക്കൊക്കെ ആയിരുന്നു. ഷോർട്ട് വീഡിയോ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇടാതിരിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിതാ നീർദോശയും മീൻകറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ അഴയമേൽ ഡ്രസ്സ് ഇട്ടതൊക്കെ ഉണങ്ങിയതൊക്കെ ഒന്ന് എടുക്കും വേണം കേട്ടോ. അതിൻ്റെയൊക്കെ ജോലിയിലാണ്. ഇപ്പോൾ പാഡിയോയിലാണ് നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ അഴ കെട്ടിയിരിക്കണം കേട്ടോ. അതുമേലെ ഇടാനുള്ളത്. സ്റ്റാൻഡുമേൽ ഇടുമ്പോൾ നമ്മൾ നല്ല വെയിലുണ്ടാകുമ്പോൾ ഓക്കെ, അല്ലാത്തപ്പോൾ ഇങ്ങനെ തട്ടിയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഉണങ്ങി ശരിക്കും അങ്ങോട്ട് ഉണങ്ങി ആണ്ട് തണുപ്പ് മാറി കിട്ടുന്നില്ല. തണുപ്പ് മാറാതെ നമ്മൾ കബോർഡിലൊക്കെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലാണ് ഡ്രസ്സിന്. അപ്പോൾ നല്ലോണം ഉണങ്ങട്ടെ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു താൽക്കാലിക അഴ സെറ്റാക്കിയതാട്ടോ. ഇങ്ങനെ അഴ കിട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ അവിടെ കാക്കാക്ക്. അപ്പോൾ ഇത് മഴ നിന്ന് കഴിഞ്ഞാൽ അഴിച്ചു മാറ്റണം. ഇപ്പോൾ തൽക്കാല ബുദ്ധിമുട്ടിട്ട് കെട്ടിയത്. കുറച്ചധികം ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, വീട്ടിലെ ജോലിയും ഒക്കെ ഇങ്ങനെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ അലക്കാതൊക്കെ വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അലക്കിയിട്ടാൽ തന്നെ പൊടിയായതുകൊണ്ട് അങ്ങനെ വെച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അഴയൊക്കെ കെട്ടിയതാണ്. ഞാനിത് വേർതിരിച്ച് ഇങ്ങനെ എടുക്കുക കേട്ടോ. മാസിൻ്റെ വേറെ, എൻ്റെത് വേറെ, കുഞ്ഞാട്ടിൻ്റെ വേറെ, അങ്ങനെ എടുക്കണം മടക്കാൻ എളുപ്പത്തിന്. അങ്ങനെ വേറെ വേറെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ. പിന്നെ യൂണിഫോമിൻ്റെ ഇന്നർ വെയർസും സോക്സൊക്കെ പലതും പല ഭാഗത്താണ്. അപ്പോൾ അതൊക്കെ മാറ്റി തരംതിരിച്ച് എടുക്കുമായിരുന്നു. കോട്ടൺ പാൻറ്റുകളൊന്നും 2 ദിവസം അഴയിൽ കിടന്നിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല വെയിൽ വരും കേട്ടോ ഇവിടെ പാഡിയോയിൽ. നിങ്ങൾ സീരിയൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 ഭാഗത്ത് അക്രലിക് ഗ്ലാസ് ഷീറ്റാണ് കേട്ടോ. പക്ഷേ വെയിൽ വന്നാലും നമ്മൾ ഈ സമയത്ത് പൊതുവേ ഈ മഴക്കാലത്തെ വെയിലിന് അത്ര ഒരു എന്താ പറയുക, ഡ്രസ്സ് ഉണങ്ങാനും വേണ്ടിയുള്ള ഒരു സ്ട്രോങ് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ അങ്ങനെ തന്നെ. പിന്നെ പുറത്ത് അഴ കെട്ടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ ഇട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എനിക്കൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കണം കേട്ടോ. മധുരമില്ലാത്ത കട്ടൻ കാപ്പിയും 2 ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ ബുൾസയോ എന്നിങ്ങനെ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. ഒരു സബ്സ്ക്രൈബർ കമൻറ്റിൽ കൂടെ ചോദിച്ചിരുന്നു ആ ഒരു ടീ പോട്ട് ഗ്യാസിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. അത് വെക്കാൻ പറ്റും കേട്ടോ. ഹോം ഫ്രണ്ട്ലിയാണ്. എല്ലാ ടീ പോട്ടും അതുപോലത്തത് നമുക്ക് ഗ്യാസിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഈ ഒരു പോട്ട് പറ്റും. ഇതിപ്പോൾ ഒരുപാട് വർഷമായി വാങ്ങിയിട്ട് കേട്ടോ. കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ സാധാരണ ഇതിൻ്റെ കെറ്റിൽ തന്നെയാണ് വെള്ളം വെക്കുക. ഇപ്പോൾ രാവിലെ കട്ടനാക്കിയതാണ് കേട്ടോ. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ്.
പിന്നെ വാൾഡ്രോബ് മുഴുവനായിട്ട് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം 5 ഡോറ് ഫ്രണ്ടിക്കും 1 ഡോറ് സൈഡിക്കുള്ള വാൾഡ്രോബാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഡ്രസ്സിങ് ഏരിയ ചെറുതായിട്ട് വേറെ തന്നെ ഉണ്ട്. അവിടെ ഒരു വാൾഡ്രോബാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ സീലിംഗ് വരെ ഉണ്ട്. പക്ഷേ താഴത്തെ കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ എനിക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഡ്രസ്സ് വെക്കാനും കഴിയണില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ റൂമിൽ വാൾഡ്രോബ് വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാനിട്ടോ. റൂം കൺജസ്റ്റഡ് ആക്കണ്ട എന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ പിന്നെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ വാൾഡ്രോബ് ചെയ്തപ്പോൾ റൂം കൺജസ്റ്റഡ് ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം സൈസുള്ള റൂം ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വാൾഡ്രോബ്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മതിയല്ലോ അല്ലേ, ഇതിലപ്പുറം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ സൈഡിക്ക് നമ്മൾ അഴിച്ച ഡ്രസ്സുകൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു കബോർഡുണ്ട്. അവിടെ ഞാനിപ്പോൾ തൽക്കാലം പർദ്ദയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ എക്സ്പെൻസ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സ്പെൻസ് ഞാൻ അങ്ങനെ കറക്റ്റായിട്ടൊന്നും പറയണില്ല. അത് ചിലർക്ക് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് നെഗറ്റീവ് കമൻറ്റൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും 1-ൻ്റെയും 1.5-ൻ്റെയും ഇടയിലായിട്ടുണ്ട്. അത് അത്രയൊന്നും ആവില്ല കേട്ടോ. ശരിക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് 2 രീതിയിൽ ചെയ്യുക. ഒന്നുകിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി മാത്രം മുന്നിൽ നിർത്തിയിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ക്വാളിറ്റി മാത്രം മുന്നിൽ നിർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വേറൊന്നുമല്ല, നമുക്കിവിടെ നല്ല ചതൽ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മൾട്ടിവുഡിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ നമുക്ക് നമ്മളൊരു ബഡ്ജറ്റ് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ ആ ബഡ്ജറ്റിൽ കുറഞ്ഞ രീതിയിലുള്ള ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ മാറ്റം വരുത്താം. മൾട്ടിവുഡ് അല്ലാതെ മറൈൻ പ്ലൈവുഡ്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് പലതും ഉണ്ടല്ലോ. അങ്ങനെ ഓപ്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എമൗണ്ടിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചതിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ കട്ടിലും ഈ കൂട്ടത്തിൽ തന്നെ മേക്ക് ഷീറ്റ് ഒട്ടിച്ചെടുത്തതാട്ടോ. അത് 2-3 വർഷം മുന്നേ മേക്ക് ഷീറ്റ് പോകുന്നതായിരുന്നു. ആ സമയത്ത് ഇവിടെ മക്കൾ 2 വീട്ടിലില്ലാത്ത സമയമായതുകൊണ്ട് മോന് പുറത്തായിരുന്നു, മോള് കോഴിക്കോട് വരുന്നു. അപ്പോൾ ആളില്ലാത്ത കാരണം വർക്കേഴ്സിനെ വിളിക്കാനൊക്കെ ബുദ്ധിമുട്ടായ കാരണം അങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ അന്നേ വാൾഡ്രോബ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ചെയ്യുക, അപ്പോൾ ഒരു ചേർച്ച ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്തതാണ്. നമ്മൾ കട്ടിലിൻ്റെ മേക്ക് ഷീറ്റൊക്കെ മാറ്റി ഗ്ലാസ് റീപ്ലേസ് ചെയ്തു. അങ്ങനെ കുറേ പണികളും, അങ്ങനെ ആ 2 പണികളും കൂടെ ഈ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് വീഡിയോ കാണാനാണോ അതോ ലോങ് വീഡിയോ കാണാനാണോ ഇഷ്ടം എന്നുള്ളത്. ഷോർട്ട് വീഡിയോ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ 3 മിനിറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതാണോ ലോങ് വീഡിയോ കാണാനാണോ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യുക. പിന്നെ ഏത് ടൈപ്പ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നുള്ളതും കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലീനിങ് ആണോ, കുക്കിംഗ് ആണോ, ഗാർഡനിങ് ആണോ, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഓൾമോസ്റ്റ് ആയി. അതിനിടയിൽ മാസി വന്നു കേട്ടോ. മാസിയിലെ നാളെ മലയാളം എക്സാമാണ്. അപ്പോൾ സിയനോട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. 2 കൂടി അവിടെ നല്ല അടിയായിട്ടുണ്ട്. അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ക്ഷമൻ്റെ നെല്ലിപ്പലക കാണുമെന്നൊക്കെ പറയുമല്ലോ, അതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അത് കരുതിയിട്ട് ഞാൻ അവളെ ഏൽപ്പിച്ചിരുന്നു. ഇപ്പോൾ നല്ല അടി കേൾക്കുന്നുണ്ട്, ഇവിടെ നല്ല ഫൈറ്റ് കേൾക്കുന്നുണ്ട്. അവൾക്ക് അങ്ങോട്ട് അടി കിട്ടുകയാണോ അവന് കിട്ടുകയാണോ എന്നറിയില്ല. മിക്കവാറും നേരെ തിരിച്ചാവാനാണ് സാധ്യത. അവൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് കിട്ടുന്നുണ്ടാവും. പോയി നോക്കണം. ഡിഷ് വാഷർ ഓൾറെഡി ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വരുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചാൽ സിങ്ക് വൃത്തിയായി കിടന്നോളും. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യൽ ഞാൻ തന്നെ ചെയ്യട്ടോ. നിലം തുടക്കൽ മാത്രമാണ് മെയ്ഡ് ചെയ്യുക. ബാക്കിയുള്ള മുകൾ ഭാഗമുള്ള ക്ലീനിങ്ങും വേറെയൊക്കെ ഞാൻ തന്നെ ചെയ്യുക. ഞാൻ തന്നെ ചെയ്താലേ എനിക്ക് അങ്ങോട്ട് ഒരു റാഹത്താവുള്ളൂ. അപ്പോൾ അങ്ങനെ കേട്ടോ, നമ്മൾ കബോർഡിലൊക്കെ കൂടുതൽ വെള്ളം ഇതൊന്നും ആക്കാനൊന്നും പാടില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അന്നു തന്നെ തുടക്കും ഞാൻ. അപ്പോൾ നല്ലോണം
ക്ലോത്തിൽ നല്ലോണം വെള്ളം കളഞ്ഞിട്ടൊക്കെ വേണം തുടക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ തുടക്കും. എനിക്കതാണൊരു സമാധാനം കേട്ടോ. അപ്പോൾ അകം ക്ലീനാക്കി വരുന്ന സമയം കൊണ്ട് ഞാൻ കിച്ചണിലെ ജോലിയൊക്കെ തീർത്തിട്ട് കിച്ചണിലെ കബോർഡ് തുടക്കലും കൗണ്ടർ ടോപ്പ് തുടക്കലും വൃത്തിയാക്കിയിടലൊക്കെ ഞാനങ്ങനെ ചെയ്യും. പിന്നെ ബാക്കി നിലം ക്ലീൻ ചെയ്യൽ അവർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ചിലപ്പോൾ ക്ലീനിങ് വീഡിയോക്കാണ് കൂടുതൽ റെസ്പോണ്ട് വരാറുള്ളത്. അപ്പോൾ വിചാരിക്കും ക്ലീനിങ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്ന്. ചിലപ്പോൾ കുക്കിംഗ് വീഡിയോക്കാണ് ഒരുപാട് റെസ്പോൺസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിക്കും അങ്ങനെയാണെന്ന്. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കണം ഇപ്പോൾ കേട്ടോ. അപ്പോൾ അതാണ് ചോദിച്ചത്. പിന്നെ ഞാൻ പൊതുവേ ഇന്നതെടുക്കാമെന്നൊന്നുമില്ല. വീഡിയോ എടുക്കാൻ മൂടുള്ള ദിവസം ഞാൻ എന്താണോ ചെയ്യണത് അതാണ് ഞാൻ കാണിക്കാറുള്ളത്. പ്ലാനിങ് ഒന്നും പ്രത്യേകിച്ചില്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയണ കാര്യമാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ.